ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരികയും സ്വാഗതം. മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഒരു ദിവസം വൈകിയാണെങ്കിലും ഇപ്പോഴത്തെ വന്നിരിക്കുകയാണ്. അത് പ്രകാരം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ബസൂക്കയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 7 കോടി ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ 3,23,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 50 ലക്ഷം, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലെ ഗൾഫ് ഒഴികെയുള്ള നാടുകളിലെല്ലാം തന്നെ 35 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ബാക്കിയുള്ള കളക്ഷൻ ഗൾഫ് നാടുകളിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അപ്പോൾ ബസൂക്ക എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അങ്ങനെ 7 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തെക്കാൾ കൂടുതൽ ഗൾഫ് കത്തിച്ചു തുടങ്ങിയ ബസൂക്ക എന്ന സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ കളക്ഷനായിട്ട് കാത്തിരിക്കൂ. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ ഏപ്രിൽ 25-ന് റിലീസ് ചെയ്യുന്ന തുടരും. ഇന്ന് സിനിമയുടെ അറൈവൽ ടീസർ എന്നൊരു പേരിൽ ടീസർ റിലീസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഫാമിലി എന്റർടൈനർ സിനിമയുടെ ടീസറാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിലേക്ക് ഇനി 10-ൽ പരം ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ സിനിമയുടെ ആദ്യ ഷോ കേരളത്തിൽ എത്ര മണിക്ക് ആരംഭിക്കുമെന്നൊരു അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ലാലേട്ടൻ്റെ സമീപകാലത്ത് ആദ്യ ദിവസം ഷോ വൈകി ആരംഭിക്കുന്ന സിനിമയായിട്ട് തുടരും മാറുകയാണ്. നേര് ബറോസ് പോലും രാവിലെ 9 മണിക്ക് ഷോ ആരംഭിച്ചെങ്കിൽ തുടരുമെന്ന സിനിമയുടെ ആദ്യ കേരള പ്രദർശനം രാവിലെ 10 മണിയോടെ മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം തുടരുമെന്ന ഏപ്രിൽ 25-ന് റിലീസ് ചെയ്യുന്ന സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ അപ്ഡേറ്റുകൾ കേട്ട്.